വിലവർദ്ധനവിൽ നിന്നും 100% പരിരക്ഷ. ആഭരണങ്ങൾക്ക് 0% പണിക്കൂലി. പൂക്കൂട്ടുംപാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരിപ്പൊന്ന് 2025. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 04931 200 916. കാട്ടാനകൾ ആടുകളെ പോലെയും കടുവയും പുലിയും പൂച്ചയെ പോലെയും നാട്ടിലൂടെ നടന്ന ആക്രമണം നടക്കുമ്പോൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത സർക്കാരിനെ ജനങ്ങൾ വെറുത്തുവെന്നും വന്യജീവി ശല്യം ഇല്ലാതാക്കുവാൻ UDF അധികാരത്തിലെത്തിയാൽ ശാശ്വത പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം ചുങ്കത്ര മാമ്പോയിലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗ ഭീഷണി UDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞ ദിവസം UDF നേതാക്കളുടെ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. മലയോരത്തെ ജനങ്ങൾക്കായി പോരാടുന്നവരാണ് UDFിലുള്ള കക്ഷികളെല്ലാം. ഭാവി കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ എല്ലാവരും UDFനെയാണ് ഉറ്റുനോക്കുന്നത്. കേരളം എല്ലാ മേഖലയിലും തകർന്നു. പ്രതീക്ഷയോടെയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കേരളം കാണുന്നത്. മാറ്റം കൊണ്ടുവരാൻ UDFിനെ കഴിയൂ. അതുകൊണ്ടാണ് ചെറുതും വലുതുമായ സംഘടനകൾ UDFിന് പിന്തുണ നൽകുന്നത്. അതിൽ CPM അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. ആശയപരമായി UDFുമായി യോജിക്കാത്തവരും UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇടത് സർക്കാർ അത്രയും ജനവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജീവസുറ്റ ഒരു സർക്കാരിനായി കേരളം കാത്തിരിക്കുകയാണ്. ഇതിന്റെ കേളികൊട്ടാണ് നിലമ്പൂരിലേത്. എല്ലാ മേഖലയിലും സർക്കാർ പരാജയമാണ്. കേരള തീരത്ത് കപ്പൽ അപകടമുണ്ടായപ്പോൾ നഷ്ടപരിഹാരത്തിന് സർക്കാർ കേസ് നൽകാൻ തയ്യാറാവുന്നില്ല. കപ്പൽ കത്തി അപകടമുണ്ടായാൽ മത്സ്യത്തൊഴിലാളികളെയാണ് ബാധിക്കുക. അവർക്ക് മത്സ്യബന്ധനത്തിന് പോകുവാൻ കഴിയില്ല. അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ കപ്പൽ കമ്പനിക്കെതിരെ കേസിന് പോകണം. അതിന് സർക്കാർ തയ്യാറാകാത്തത് ദുരൂഹമാണ്. ഇപ്പോൾ വികസന പ്രവർത്തനത്തിന് ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തും പ്രതിസന്ധിയുണ്ടായിരുന്നു. എന്നാൽ അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തി UDF സർക്കാരിനുണ്ടായിരുന്നു. പണമില്ലാത്തതിന്റെ പേരിൽ UDF സർക്കാർ ഒരു വികസനവും മുടക്കിയിട്ടില്ലെന്നും കഴിഞ്ഞ 9 വർഷത്തെ വികസന മുരടിപ്പിന് സർക്കാരിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാവിലെ മുതൽ ഉച്ചവരെ ചുങ്കത്രയിലും ഉച്ചയ്ക്ക് ശേഷം അമരപുരത്തും ആര്യാടൻ ഷൗക്കത്ത് പര്യടനം നടത്തി. UDF പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാവ അധ്യക്ഷനായി. MP-മാരായ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഫ്രാൻസിസ് ജോർജ്, MLA-മാരായ മാത്യു കുഴൽനാടൻ, PK ബഷീർ, സജി ജോസഫ്, മോൻസ് ജോസഫ്, മുൻ MLA-മാരായ പാറയ്ക്കൽ അബ്ദുള്ള, ഷാനിമോൾ ഉസ്മാൻ, ജോസഫ് വാഴക്കൻ, DCC പ്രസിഡന്റ് VS ജോയ്, ഇസ്മായിൽ മൂത്തേടം, KT കുഞ്ഞാൻ, PT അജയ് മോഹൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ, CD സെബാസ്റ്റ്യൻ, പുത്തലത്ത് മാനു, CH കരീം, M ഷറഫു, ബാപ്പുട്ടി മാമ്പോയിൽ, U കുഞ്ഞുമുഹമ്മദ്, സീനത്ത് കുറുമ്പലങ്ങോട്, ബുഷ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.